Today we'll be dealing the next topic of the second module, that is about shear, stresses, strain and its relations, simple shear, etc. അപ്പോൾ ഷിയർ സ്ട്രെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഫസ്റ്റ് മോഡ്യൂളിൽ അല്ലേ. ഷിയറിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. അവിടെ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ ഷിയറും ഡബിൾ ഷിയറും. സിംഗിൾ ആൻഡ് ഡബിൾ ഷിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിവറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇപ്പോൾ റിവറ്റിൽ സപ്പോസ് ദർ ഈസ് എ മെറ്റീരിയൽ രണ്ട് പാർട്ട് കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ റിവറ്റ് കൊണ്ട് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഷിയറിംഗ് നടക്കും. സോ ദിസ് ഈസ് സിംഗിൾ ഷിയർ. അതേ സമയത്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി ഡബിൾ ഷിയർ. ഇവിടെയും ഷിയർ നടക്കും, ഇവിടെയും ഷിയറിംഗ് ഉണ്ടാവും. സോ ഡബിൾ ഷിയർ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഒരു ബാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദിസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ റിവറ്റ്. അതാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യുകയും ചെയ്യാം. സോ ദാറ്റ് അബൌട്ട് ദ ഷിയർ സ്ട്രെസ്. ഇനി ഷിയർ സ്ട്രെയിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. when shear force is acting, suppose this is the material, shear force is acting here. Due to this force there will be a resisting force here also. So equal and opposite forces acting at some distances creates a couple, and as a result ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഡിഫോർമേഷൻ ഉണ്ടാവും. Suppose this is A, B, C, D. Due to deformation it is changed to B dash and C dash, and here an angle will be there. Then that strain is equal to tan phi equal to B dash divided by AB, and phi being very small, we can say tan phi is almost equal to phi, that is equal to B dash by AB. ഇതാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, എന്തായാലും ഷിയർ സ്ട്രെയിൻ ഒന്നുകൂടി എഴുതിക്കോളും. നെക്സ്റ്റ് ഹെഡിങ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ shear strain. Consider a body, material venda a body. Consider a body ABCD. Consider a body ABCD subjected to tangential force F. Tangential force F as shown in figure. Nadi figure varikka. Subject to tangential force as shown in figure. Due to this tangential force, the face BC, due to this tangential force, the face BC is deformed. The face BC is deformed to B dash C dash. B dash C dash as shown. Next line. Therefore the shear strain comma tan phi equal to shear strain tan phi equal to B dash divided by AB. B dash divided by AB. Next line. Phi being very small, tan phi is almost equal to phi. Tan phi is almost equal to phi, which is equal to B dash by AB. Which is equal to B dash by AB. അതാണ് shear strain. Next side heading rigidity modulus. Rigidity modulus equal to, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് n എന്നുള്ള ടേം ഉപയോഗിക്കാറുണ്ട്.
തീറ്റ ഉപയോഗിക്കാറുണ്ട്, സി ഉപയോഗിക്കാറുണ്ട്. സോ റിജിഡിറ്റി മോഡുലസിന് എന്നും തീറ്റ സി ഉപയോഗിക്കാറുണ്ട്. സോ എൻ ഇസ് ഈക്വൽ ടു rigidity modulus equal to shear stress divided by shear strain. Rigidity modulus equal to shear stress divided by shear strain. Notation പ്രകാരം നോക്കുകയാണെങ്കിൽ rigidity modulus n is equal to നമുക്ക് shear stress is usually denoted as Q and shear strain as phi. So rigidity modulus equal to n equal to Q by phi എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്. കൺസിഡർ എ ലാമിന which is subjected to a shear stress Q. ഷിയർ സ്ട്രെസ് Q എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ ഇവിടെ ഈ ഡയറക്ഷനിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല ഈ ഡയറക്ഷനിൽ ഇങ്ങനെ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഷിയർ ആവുള്ളൂ. അപ്പൊ ഈ മെറ്റീരിയൽ ഈ ഒരു ഷിയർ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇന്റേണലി ഈ ഒരു മൊമെന്റ്, ഇതിപ്പോൾ എന്ത് മൊമെന്റ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് റൊട്ടേഷനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇന്റേണലി ദർ വിൽ ബി ആൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ജനറേറ്റഡ്. അപ്പം അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഇന്റേണലി ഈ രീതിയിൽ ഒരു സ്ട്രെസ് ആക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് എത്രയാണോ ആക്ട് ചെയ്യുന്നത് അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇന്റേണലി ഒരു സ്ട്രെസ് അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യും ടു നള്ളിഫൈ ദിസ്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഡ്യൂ ടു ദിസ് ക്യൂ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഒരു ക്യൂ ഡാഷ്, ഇതിന് പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ഷിയർ. ഈ ക്യൂ ഡാഷിന്റെ വാല്യൂ ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലാമിനേന്റെ തിക്നെസ് യൂണിറ്റ് തിക്നെസ് ആണെന്ന് വിവരിക്കാം. അതായത് ഇങ്ങോട്ടൊരു 1 യൂണിറ്റ് തിക്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദിസ് സ്ട്രെസ് ഇൻടു ഏരിയ. സപ്പോസ് വി ആർ ഹാവിംഗ് ദ ലാമിന ABCD. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്, ഇങ്ങനെ യൂണിറ്റ് ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ വിൽ ബി CD ഇൻടു 1 ഇൻടു Q. So CD into 1 ആയിരിക്കും ഏരിയ, Q is the stress. So force acting will be, ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് will be CD into 1 into Q. സോ ഇവിടെ അതേപോലെ തന്നെ ആയിരിക്കും BA into 1 into Q തന്നെ ആയിരിക്കും. പക്ഷെ സിയും CDയും BA സെയിം ആയതുകൊണ്ട് സെയിം തന്നെ എടുക്കും നമ്മൾ. അപ്പോൾ ഫോഴ്സ് കിട്ടി, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിസ്റ്റൻസ് AD. അപ്പോൾ ഇതിന്റെ കപ്പിൾ എന്തായിരിക്കും? മൊമെന്റ് ഡ്യൂ ടു ദിസ് ടാൻജൻഷ്യൽ ഫോഴ്സസ്. That will be this force into distance. Distance is AD. അല്ലെങ്കിൽ ലിവർ ആം ഫോഴ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസിനാണ് ലിവർ ആം എന്ന് പറയുന്നത്. സോ മൊമെന്റ് ഡ്യൂ ടു ദിസ് ഫോഴ്സ് വിൽ ബി CD into 1, that is the area into stress. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി, ഫോഴ്സ് into distance. So that is the couple due to this Q. ഇനി അതിന് ഓപ്പോസ് ചെയ്യാൻ ആന്റി ക്ലോക്ക്വൈസ് കപ്പിൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കപ്പിൾ എങ്ങനെ കാണാൻ പറ്റും? ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ക്യൂ ഡാഷ് സ്ട്രെസ് ഇൻറ്റു അവിടുത്തെ ഏരിയ. ഇവിടെയും യൂണിറ്റ് തിക്നെസ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ക്യൂ ഡാഷ് ഇൻറ്റു BC ഇൻറ്റു 1 ആയിരിക്കും അവിടുത്തെ ഫോഴ്സ്. ദാറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ്. എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ്? നമുക്ക് CD എടുക്കാം. ഈ BCയും ADയും സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ BCക്ക് എന്ന് പകരം ഇതിന് AD എന്ന് കൊടുക്കാം. സോ ദ കപ്പിൾ, ആന്റി ക്ലോക്ക്വൈസ് കപ്പിൾ വിൽ ബി Q ഡാഷ് ഇൻറ്റു AD ഇൻറ്റു 1 ഇൻറ്റു CD. അഗെയിൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ള ഫോർമുല കിട്ടി. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ കപ്പിളും ഈ ക്ലോക്ക്വൈസ് കപ്പിളും ഈ ആന്റി ക്ലോക്ക്വൈസ് കപ്പിളും സെയിം ആയിരിക്കണം. അപ്പം ഇവിടുത്തെ ക്ലോക്ക്വൈസ് കപ്പിൾ എന്ന് പറയുന്നത് CD ഇൻറ്റു 1 ഇൻറ്റു AD ഇൻറ്റു Q, and that is equal to this AD into 1 into CD into Q dash. AD 1 1 CD. So we'll be getting Q equal to Q dash. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എത്രയാണോ ഇവിടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷിയർ സ്ട്രെസ് എത്രയാണ് ആക്ട് ചെയ്യുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു
സ്ട്രെസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോംപ്ലിമെന്റ് ആണത്. അപ്പോൾ ഇവിടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് അതിന് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും, ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. എഴുതിക്കോ. സൈഡ് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്. കൺസിഡർ എ ലാമിന A, B, C, D of unit thickness subjected to shear stress as shown in figure. Subjected to shear stress as shown in figure. The clockwise moment due to this shear stress is equal to Q into AB into 1 into AD. Q into AB into 1, that is the force, into distance between the couples, into AD. That is AB, AD, Q. Next line is the let Q dash be the stresses acting in the opposite direction. To make the system equilibrium. ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതിന് ആന്റി ക്ലോക്ക് വൈസ് ആക്കണമെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കണം. To make the system in equilibrium, ഈ ഡയറക്ഷൻ വരയ്ക്കാം. നെക്സ്റ്റ് ലൈൻ എഴുതാം. The anti-clockwise moment generated due to Q dash. The anti-clockwise moment generated due to Q dash equal to Q dash into AD into 1 into ഈ രണ്ട് ഫോഴ്സിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് നമുക്ക് എ ബി എന്നെടുക്കാം, ഇൻറ്റു എ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു എ ബി ഇൻറ്റു ക്യൂ ഡാഷ് കിട്ടി. എ ബി ഡി ഇൻറ്റു എ ബി ഇൻറ്റു ക്യൂ ഡാഷ്. നെക്സ്റ്റ് ലൈൻ ഏതാ? For the equilibrium, these two moments are equal. That is Q dash into AB into AD equal to Q into AB into AD, which implies Q dash is equal to Q. ഇതിലോ and a continuation is this Q dash is known as the complementary shear stress. Q dash is known as the complementary shear stress, which is equal in magnitude of the applied shear. This Q dash is known as the complementary shear stress. Q dash is known as the complementary shear stress, which is equal in magnitude of the applied shear. Next topic is the
സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ ഷിയർ. സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ ഷിയർ. അപ്പം നമുക്ക് നേരത്തെ കണ്ട ഫിഗറിലേക്ക് ഒരു ചെറിയൊരു നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ABCD എന്ന ലാമിന വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു സം ഷിയർ സ്ട്രെസ്സസ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലിമെന്ററി ഷിയർ ഉണ്ടാവും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q ഇറ്റ്സെൽഫ്. ഓക്കെ, ഇതൊരു ലാമിന. അപ്പോൾ ഈ ഒരു ഡയഗണൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. AC എന്ന ഡയഗണലും BD എന്ന ഡയഗണലും. ഈ ഒരു ഷിയർ സ്ട്രെസ് കൊണ്ട് ഈ BD എന്ന ഡയഗണൽ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം ഈ ഒരു ഷിയർ സ്ട്രെസ് കൊണ്ട് ഇതൊരു ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഡിഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രീതിയിലേക്ക് ചിന്തിക്കാം. ഇങ്ങനെ വലിയുന്നു. അതേപോലെ ഇവിടെയും ഈ AC എന്ന ഡയഗണലിൽ ഇത് ശരിക്കും ഇവിടെ നിന്ന് കുറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, ഈ രീതിയിലേക്ക് മാറും. ദാറ്റ് മീൻസ് BD എന്ന ഡയഗണലിനൊരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, AC എന്നതിനൊരു കംപ്രഷൻ സംഭവിക്കുന്നു. ഈ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മെറ്റീരിയൽ ഇങ്ങനെയായിട്ടാണ് വലിച്ചു നീട്ടപ്പെടുന്നത് അല്ലേ? ഈ രീതിയിലേക്ക് മാറും. ദിസ് ഈസ് B', B', A', C'. അപ്പോൾ ഈ ഒരു സ്ട്രെസ് കൊണ്ട് ഈ രീതിയിലേക്ക് ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ACക്ക് കംപ്രഷനും BD എന്ന ഡയഗണലിനൊരു ടെൻഷനും സംഭവിക്കുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ BD എന്ന ഡയഗണൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഇതൊരു ലീനിയർ സ്ട്രെസ് ആയിട്ട് മാറി. ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കൊണ്ട് ഡയഗണലി BD എന്ന ഡയഗണലിൽ ഒരു ലീനിയർ സ്ട്രെസ് ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി. അതുപോലെ AC എന്ന ഡയഗണലിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ടായി, അതും ഒരു ലീനിയർ സ്ട്രെസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് ഡയഗണൽ മെമ്പേഴ്സിന് ലീനിയർ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് ടെൻഷനും മറ്റേത് കംപ്രഷനും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഇന്റൻസിറ്റി എത്ര ഉണ്ടെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലാമിനെ പറഞ്ഞു ABCD. ഇവിടെ രണ്ട് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഡയഗണൽ AC ഉണ്ട്, BD ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു BDയിൽ ടെൻസൈൽ ഒരു വലിവുണ്ടാവും, ACയിൽ ഒരു കംപ്രഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി അതിന്റെ അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് നോക്കാം. ഈ ഒരു ഈക്വിലിബ്രിയം എടുക്കാം. ഒരു ട്രയാങ്കുലർ വെഡ്ജ് മാത്രം കൺസിഡർ ചെയ്യാം. ABC. അപ്പൊ ഇവിടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് Q. ഹിയർ ഓൾസോ സ്ട്രെസ് ഇസ് ആക്ടിങ് ആസ് Q. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണലിൽ എന്തൊക്കെയാണ് ഈ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന എഫക്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ BD നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് വിൽ ബി എ ടെൻസൈൽ മെമ്പർ ആയിരിക്കും. അതിൽ ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് നോക്കാം BC എന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും. അപ്പോൾ സപ്പോസ് ദിസ് ഡയമെൻഷൻ ഈസ് B. ഒരു സ്ക്വയർ ലാമിനയാണ്. അപ്പോൾ എല്ലാ ഡയമെൻഷനും B ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഡയമെൻഷൻ ബിയും തിക്നെസ് 1 ആണെങ്കിൽ ഫോഴ്സ് വിൽ ബി ഹിയർ ദ ഫോഴ്സ് അലോങ് BC വിൽ ബി FBC വിൽ ബി Q into 1 into B. അതുപോലെ അലോങ് AB വിൽ ബി അഗൈൻ Q into 1 into B FAB. അപ്പോൾ രണ്ട് ഡയറക്ഷൻ കിട്ടി, ഫോഴ്സ് കിട്ടി നമുക്ക്. Q into B ആണ് ഫോഴ്സ്. ഇനി ആ ഫോഴ്സ് എന്നുള്ള രീതി നമ്മൾ മാർക്ക് ചെയ്യുന്നു. Q into B ആണ് ഇവിടുത്തെ ഫോഴ്സ്, ഇവിടെ Q into B ആണ് ഫോഴ്സ്. Q into B, ഹിയർ അഗൈൻ Q into B. ഈ രണ്ട് ഫോഴ്സിനെയും മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, കോമ്പണന്റ് ആക്കി മാറ്റാം അല്ലേ? അപ്പൊ ഈ ക്യൂബിനെ ഇവിടെ കോമ്പണന്റ് ആക്കി മാറ്റുന്നു. ദാറ്റ് വിൽ ബി Q into B into cos 45. ഈ ക്യൂബിക്കും ഇവിടെ ഒരു കോമ്പണന്റ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി QB cos 45. ഇപ്പൊ ടോട്ടൽ എത്ര ഫോഴ്സ് വന്നു അവിടെ ആ ഡയഗണലിൽ?
ബി ഡി എന്ന ഡയഗണൽ എത്ര ഫോഴ്സ് വന്നു? ദാറ്റ് വിൽ ബി 2 times Q into B into cos 45, that is equal to 2 times Q into B into 1 by root 2, that is equal to root 2 QB എന്ന് കിട്ടും. ഇനി ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ് ശരിക്കും? ഇതും ബി ആണെങ്കിൽ ഡയഗണൽ ബി ഡി വിൽ ബി റൂട്ട് 2 ബി എന്നെഴുതാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി, രണ്ട് സൈഡും ബി ആണെങ്കിൽ ഇത് വിൽ ബി റൂട്ട് 2 ബി. ഇനി ബി ഡി എന്ന ഡയഗണലിന്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ലെങ്ത് ഇൻറ്റു യൂണിറ്റ് തിക്നെസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻറ്റു 1. സോ റൂട്ട് 2 ബി ഇൻറ്റു 1 വിൽ ബി ദ ഏരിയ ഓഫ് ദ ഡയഗണൽ. റൂട്ട് 2 ബി ഇൻറ്റു ബി വിൽ ബി ദ റൂട്ട് 2 ബി ഇൻറ്റു 1 വിൽ ബി ദ ഏരിയ ഓഫ് ദ ഡയഗണൽ. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കിവിടെ കിട്ടി, റൂട്ട് 2 ക്യൂ ഇൻറ്റു ബി കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ലീനിയർ സ്ട്രെസ് അലോങ് ദ ഡയഗണൽ ബി ഡി ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ റൂട്ട് 2 ക്യൂ ബി ഡിവൈഡഡ് ബൈ റൂട്ട് 2 ബി ഇൻറ്റു 1 റൂട്ട് 2 ബി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദ ലീനിയർ സ്ട്രെസ് ആക്ടിങ് അലോങ് diagonal is equal to, in quantity it is equal to the shear stress. Shear stress ഒരു 10 Newton per mm square ആണെങ്കിൽ linear stress along the diagonal will be 10 Newton per mm square. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ സിമ്പിൾ ഷിയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ സിമ്പിൾ ഷിയർ എന്ന കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്രയാണോ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്, the same equivalent magnitude stress will be acting along the diagonal. So diagonal ഒന്നില് ലീനിയർ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും, മറ്റേ ഡയഗണലിൽ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ്സസ് ആർ ഈക്വൽ ടു ദ ആക്ടിംഗ് ഷിയർ സ്ട്രെസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അതാണ് സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ ഷിയർ പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇത് നമുക്കൊന്ന് നോട്ട് എഴുതാം. എഴുതിക്കോ. സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ ഷിയർ. State of simple shear. When a lamina is subjected to shear stresses, when a lamina is subjected to simple shear stresses, when a lamina is subjected to simple shear stresses, the diagonals are subjected to longitudinal stresses. Diagonals are subjected to longitudinal stresses. These longitudinal stresses may be compressive or tensile. These longitudinal stresses may be compressive or tensile. In the figure, the diagonal AD, diagonal AC is subjected to, in the figure, the diagonal AC is subjected to compressive stress, and diagonal BD is subjected to tensile stress, Okay. ഇതാണ് സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് ദ ഡയഗണൽ സ്ട്രെസ് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ടു ദ ഷിയർ സ്ട്രെസ്. ഓക്കെ, അതിന് എക്സ്പ്ലനേഷൻ എഴുതാം, പ്രൂഫ് എഴുതാം. Consider a square lamina. ABCD subjected to shear stresses as shown in figure.
നെക്സ്റ്റ് തന്നെ ഈ ഫിഗർ വരയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് എഴുതാം. കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് എ ട്രയാങ്കുലർ വെഡ്ജ് ABC. വെഡ്ജ്, ട്രയാങ്കുലർ വെഡ്ജ് ആണ്, WEDG. കൺസിഡർ ഇക്വിലിബ്രിയം ഓഫ് ദ ട്രയാങ്കുലർ വെഡ്ജ് ABC. ഇതാണ് നമ്മളുടെ വെഡ്ജ്. അപ്പൊ ഇവിടെ Q ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് Q ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദിസ് ഡയഗണൽ BD. Consider equilibrium of the triangular wedge ABC. Next line ഏതാ? Force acting along the plane BC equal to force acting along the plane BC equal to Q into area. Q into area. Next line. Assuming a unit thickness FBC equal to Q into BC into 1, that is equal to Q into BC. That is equal to Q into BC. Ini next line. Similarly, force along AB equal to Q into AB into 1, which is equal to Q into AB. At the line. Component of these forces along the diagonal BD is obtained as അതായത് ഈ ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ AB യിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, BC ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഫോഴ്സ് ഇസ് FBC, that is equal to Q into BC, and here another force is acting, that is FAB, that is equal to Q into AB. നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും കോമ്പണന്റ് ഉണ്ടാവും. മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചു. ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കുമല്ലോ, കാരണം ഇത് സ്ക്വയർ ലാമിനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോഴ്സ് എന്തായിരിക്കും? ദിസ് വിൽ ബി എ കോമ്പണന്റ് വിൽ ബി ആക്ടിങ് ആസ് FBC cos 45. അതേപോലെ ഇതിനൊരു കോമ്പണന്റ് ഉണ്ടാവും ഇവിടെ, FAB cos 45. ഇങ്ങനെ കിട്ടുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഏതാ? ടോട്ടൽ ഫോഴ്സ് ഓൺ BD ഈക്വൽ ടു total force on BD equal to FBC cos 45 plus FAB cos 45. That is equal to QBC cos 45 plus QAB cos 45. Next, but the side dimension equal to B. നമ്മൾ പറഞ്ഞിരുന്നു സൈഡ് ഒരു സ്ക്വയർ ലാമിന എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് B ആണെങ്കിൽ സൈഡ് ഡയമെൻഷൻ ഈക്വൽ ടു B. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇക്വേഷൻ Q into B into cos 45 plus Q into B into cos 45 ആയിട്ട് മാറി. So that is equal to 2QB into 1 by root 2, that is equal to root 2 QB എന്നായിട്ട് കിട്ടും. So total force on BD is equal as root 2 QB. അതിന്റെ താഴെ
ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി ഡി. ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി ഡി. ഇത് നമുക്ക് ബി ആണെങ്കിൽ, ഈ ലെങ്ത് ബി ആണെങ്കിൽ ബി ഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇതും ബി ആണ്, ഇതും ബി ആണ്, അല്ലെങ്കിൽ ഇതും ബി ആണ്, ഇതും ബി ആണ്. അങ്ങനെ ഡയഗണൽ ബി ഡി വിൽ ബി √2 ഓഫ് ബി ആയിരിക്കുമല്ലോ അല്ലെ? ഒരു ഐസോലേഷൻ ട്രയാങ്കിൾ ആണ്, അപ്പൊ അതിന്റെ ഹൈപ്പോട്ടനസ് √2b കിട്ടും. അതിന്റെ ഏരിയ എന്താ? നെക്സ്റ്റ് ലൈൻ, ഏരിയ ഓഫ് ബി ഡി ഇത്ര ലെങ്ത് ഇൻറ്റു തിക്നെസ് യൂണിറ്റ് തിക്നെസ് ആണ്. സോ √2b ഇൻറ്റു 1 ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ബി ഡി. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് along BD small p equal to force along BD divided by area of BD. That is equal to force along BD നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു √2 into Q into B divided by area of BD √2 into B. That is equal to Q. നമുക്ക് എന്ത് മനസ്സിലായി? ഇതാണ് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. സോ നെക്സ്റ്റ് ലൈൻ ഏതാ? ദാറ്റ് ഈസ് സ്ട്രെസ് അലോങ് ദ ഡയഗണൽ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നോക്കാം. ദാറ്റ് ഈസ് longitudinal stress along the diagonal P equal to shear stress Q. Longitudinal stress along the diagonal equal to shear stress Q. Okay. അപ്പോൾ ആ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് റീഡിംഗ് സ്ട്രെയിൻ ഓൺ ഡയഗണൽ ഡ്യൂ ടു ഷിയർ സ്ട്രെസ്സസ്. ഇത് സിമ്പിൾ ഷിയർ സ്ട്രെസ്സിന്റെ ഒരു സ്റ്റാറ്റസിംഗ് ആണ്. നോട്ടിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. കൺസിഡർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കൺസിഡർ എ സ്ക്വയർ ലാമിന ABCD subjected to shear stresses as shown in figure. ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു ബി ഡി എന്ന ഡയഗണൽ ടെൻസൈൽ സ്ട്രെസ്സിൽ സബ്ജക്ട് വിധേയമായിട്ടുണ്ടാവും അല്ലെ? ദിസ് ബി ഡി ഈസ് സബ്ജക്ട് ടു ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഡിഫോർമേഷൻ ഉണ്ടായി. ഇത് തന്നെ ഇവിടെയും സംഭവിക്കും. That is changed to C dash and this is changed to B dash. നമുക്കിവിടെ ഒരു പെർപെൻഡിക്കുലർ എഫ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ ബി ഡി സബ്ജക്ട് ടു ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബി ഡിയിൽ ഒരു ഇലോങ്ങേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓഫ് ബി ഡി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഡിഫോർമേഷൻ വളരെ ചെറുതാണ്. സോ ദാറ്റ് നമുക്ക് ഈ ആംഗിള് തന്നെ 45 ഡിഗ്രി തന്നെ റീമെയിൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്, വളരെ ചെറുതാണെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വേർ ഡി എഫ് ആൻഡ് ഡി ബി ആർ സെയിം. വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ എന്ന രീതിയിൽ. കുറഞ്ഞൊരു ആംഗിൾ ആയതുകൊണ്ട്, വളരെ മൈന്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് ദിസ് ബി ഡി ഈസ് ഈക്വൽ ടു ഡി എഫ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഈ ഡയഗണൽ ഡി എഫിൽ നിന്ന് ഡി ബി ഡാഷ് ആയിട്ട് മാറി. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എഫ് ബി ഡാഷ് ആയിരിക്കും. അപ്പോ ബി ഡി എന്ന ഡയഗണലിന്റെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതായത് ബി ഡാഷ് എഫ് ബൈ എഫ് ഡി. മനസ്സിലായല്ലോ?
എഴുതാം. The diagonal BD is subjected to tension. The diagonal BD is subjected to tension and is extended to DB dash as shown in figure. DB dash as shown in figure. Strain of BD equal to, next line, strain of BD equal to change in length by original length, that is equal to B dash F divided by BD. ഇനി B dash F, നമുക്ക് B ഡാഷിന്റെ ടേംസിൽ B dash F പറയാൻ പറ്റുമോ? ഇതൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, B dash F B എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ B dash എന്ന് പറയുന്നത് ഒരു ഹൈപ്പോട്ടിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ BF എന്തായിരിക്കും? B dash ഇൻറ്റു ദിസ് ആംഗിൾ ഇൻറ്റു കോസ് ഓഫ് ദിസ് ആംഗിൾ. ദാറ്റ് ആംഗിൾ ഇസ് തീറ്റ. കാരണം ഇതേ ആംഗിൾ തന്നെയാണ് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് ലൈൻ എഴുതാം. കൺസിഡറിങ് the right angled triangle B dash BF, considering the right angled triangle B dash BF, B dash F equal to B dash cos 45, B dash cos 45, that is equal to B dash into 1 by root 2. B dash into 1 by root 2. So we are getting the strain of BD as B dash into 1 by root 2 divided by BD. ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി ഈ BDയുടെ ഇൻ ടേംസ് ഓഫ് AB നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അഗെയിൻ ABD എന്നുള്ളത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വിത്ത് BD ആസ് ഹൈപ്പോട്ടനസ്. അപ്പോൾ BD എന്തായിരിക്കും? ബട്ട് BD ഈക്വൽ ടു AB ബൈ കോസ് തീറ്റ എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് AB ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ therefore EBD equal to B dash divided by 2AB എന്ന് കിട്ടും. പക്ഷെ ഇവിടെ B dash by AB എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. B dash by AB, B dash by AB അതെന്താന്നുള്ളത് നോക്കാം. നമുക്കറിയാം tan phi അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫൈ, ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു B dash divided by AB എന്ന് നമുക്കറിയാം. സോ B dash by AB can be replaced by tan phi. So this equation can be changed to strain in AB equal to B dash by AB, that is phi divided by 2 എന്നായിട്ട് മാറും. ഫൈ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി നമുക്കറിയാം. ഫൈ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് നമുക്കറിയാം. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ AB ഈസ് ഈക്വൽ ടു Q ബൈ 2N എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് Q ബൈ N എന്ന് കിട്ടി. അതിന്റെ അർത്ഥം സ്ട്രെയിൻ ഇൻ BD ഈസ് half of the strain in strain due to the shear stress, അല്ലെങ്കിൽ strain in AB is half of the shear strain എന്ന് നമുക്ക് കിട്ടി. So strain in AB is equal to strain on diagonal AB, diagonal is equal to half of shear strain, half of shear strain. ഇതാണ് നമ്മളുടെ പ്രൂഫ്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. പ്രൂവ് ദാറ്റ്
സ്ട്രെയിൻ ഓൺ ദ ഡയഗണൽ ഈസ് ഹാഫ് ഓഫ് ദ ഷിയർ സ്ട്രെയിൻ എന്ന് ചോദിച്ചേക്കാം. ക്ലിയർ ആയല്ലോ? ഇതിങ്ങനെ തന്നെ എഴുതി പഠിക്കാം. നെക്സ്റ്റ് ഈസ് പഞ്ചിങ് ഷിയർ. പഞ്ച് ചെയ്യാന്ന് പറയാലോ നമുക്ക്, പഞ്ചിങ് അല്ലേ? എവിടെ പഞ്ചിങ് ചെയ്യുന്നത്? സാധാരണ നമുക്ക് ഒരു 2 ടൈപ്പ് മെറ്റീരിയൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി റിവറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിവറ്റ് ഒക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ റിവറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റിവറ്റ് കണക്ട് ചെയ്യുന്ന ഒരു സാധനം, ഒരു കണക്ഷനാണ്. അപ്പൊ ഇവിടെ ഈ റിവറ്റിനെ ഇവിടെ താഴെ എത്തിക്കാൻ വേണ്ടി എന്താ ചെയ്യാം? പഞ്ച് ചെയ്യും. അല്ലെങ്കിൽ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ റിവറ്റിനെ കണക്ട് ചെയ്യുന്നത് പഞ്ച് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒരു പഞ്ചിങ് ഫോഴ്സ് കൊടുത്തിട്ട് അവിടെ കണക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു മെറ്റീരിയലിൽ ഇവിടെ ഒരു ഹോള് പഞ്ച് ചെയ്തിട്ട് അതിന് റിവറ്റിന് അവിടെ ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പഞ്ച് ഹോൾ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ ഈ പഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. കംപ്രസീവ് സ്ട്രെസ് പിയും ഇത്രയും ഏരിയയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഇൻ ടു ഏരിയ ഈക്വൽ ടു കംപ്രസീവ് ഫോഴ്സ് പി എന്ന് കിട്ടും. അതിവിടെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അപ്പം ഇത്രയും വട്ടത്തിലുള്ള ഒരു ഏരിയ, ഇത്രയും സർക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ ഈ മെറ്റീരിയലിന് ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ. അത്രയും തിക്നെസ്സിൽ ഇതിനെതിരെ, ഈ പഞ്ചിങ്ങിനെതിരെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ശരിക്കും പഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പീസ് അവിടെ ഷിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുക അല്ലെ? ഇപ്പോ ഇതാണ് ആ മെറ്റീരിയൽ എങ്കിൽ ഞാനിവിടെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു പീസ് താഴോട്ട് ഷിയർ ചെയ്ത് പോവാണ്, കഷ്ണമായിട്ട് മുറിഞ്ഞ് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ മുറിഞ്ഞു പോകുന്ന സമയത്ത് ആ മുറിഞ്ഞു പോകുന്ന കഷ്ണത്തിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സർഫസ് ഏരിയയിലുള്ള, ഈ സർക്കിളിന്റെ ഈ സർഫസ് ഏരിയയിലുള്ള അല്ലെങ്കിൽ ഒരു സർഫസ് ഏരിയ ആയിരിക്കും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. റെസിസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സ് പഠിച്ച പോലെ ഞാൻ ഇതിനെ ഒന്ന് തുറന്നു വെക്കുന്നു, ഈ സർഫസിനെ തുറന്നു വെക്കുന്നു. അപ്പൊ ഇതിനെ ഞാൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? അവിടെ ഒരു റെക്ടാങ്കുലർ പീസ് കിട്ടും അല്ലെ? ഇതാണ് ആ റെസിസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഒരു വട്ടത്തിലുള്ള സാധനത്തിനെ ഞാൻ മുറിച്ച് നിർത്തി വെച്ചു. അപ്പൊ ഇവിടെ മുകളിൽ നിന്ന് വരുന്ന പി, ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും പോർഷനിൽ ഏരിയ ആയിരിക്കും, ഇത്രയും നീളത്തിലുള്ള ഏരിയ ആയിരിക്കും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 ആയിരിക്കും ഇവിടെ സർക്കുലർ ഏരിയ. പക്ഷെ അതിന്റെ ഈ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്ന ഉള്ളിലത്തെ ആ റൗണ്ട് ആയിട്ടുള്ള ഏരിയ വിൽ ബി, ഈ ഒരു തിക്നെസ് അവിടെ ഉണ്ടാവും ടി, അതായത് ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ടി. ദാറ്റ് ഇൻറ്റു ഇത്രയും ലെങ്ത്, ഈ ലെങ്ത് എന്തായിരിക്കും? പൈ ഇൻറ്റു ഡി, അല്ലെങ്കിൽ ചുറ്റളവ് 2πr എന്ന സാധനം അതായിരിക്കും. അപ്പൊ അത്രയും ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നടക്കുന്ന എന്താണ്? ഷിയറിംഗ് നടക്കുന്നത് ശരിക്കും. അപ്പൊ പഞ്ച് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുമ്പോൾ ആ സർക്കുലർ പോർഷനിൽ ഷിയർ ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത് പോർഷൻ. അപ്പൊ ഈ പഞ്ച് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് അവിടെ ഷിയർ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്, ഷിയർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ? ഷിയർ ചെയ്യുന്ന ഒരു സ്ട്രെസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എത്രയാണോ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത്രയും കംപ്രസീവ് ഫോഴ്സ് ഇവിടെ ഷിയർ ഫോഴ്സ് ആയിട്ട് മാറണം. ആണല്ലോ? സപ്പോസ് ദിസ് ഇന്റൻസിറ്റി നമുക്കറിയാം പി ഇൻറ്റു ഏരിയ ഫോഴ്സ് കിട്ടി. അതുപോലെ ഇവിടെയും ഒരു ഷിയർ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് ക്യൂ ഉണ്ടെങ്കിൽ, ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെങ്ത് ക്യൂ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ഇത്ര ഏരിയയിലാണ് ആ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. സോ ക്യൂ ഇൻറ്റു, ഇതാണ് ഷിയർ ഫോഴ്സ്, ദാറ്റ് വിൽ ബി ക്യൂ ഇൻറ്റു ഏരിയ പൈ ഡി ഇൻറ്റു ടി, ദാറ്റ് വിൽ ബി ദ ഏരിയ ആക്ടിങ്, ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഷിയർ ഫോഴ്സ് ആക്ടിങ്. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഈ കംപ്രസീവ് ഫോഴ്സും ഈ ഷിയർ ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. അപ്പൊ കംപ്രസീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പി ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പൈ ഡി ഇൻറ്റു ടി. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഈസ് ദ തിയറി ബിഹൈൻഡ് ദിസ്.
നോട്ട് എഴുതിക്കോ. പഞ്ചിങ് ഷിയർ ഹെഡിങ്, പഞ്ചിങ് ഷിയർ ഹെഡിങ്. താഴെ when a punching force is applied, when a punching force is applied to make a hole, to make a hole, hole എന്ന് പറഞ്ഞാൽ HOLE, to make a hole, a shear resistance is generated, a shear resistance is generated, shear resistance is generated along the area or along the wall of the area, wall of the hole, along the wall of the hole. Shear resistance is generated along the wall of the hole, wall of the hole. Next line, for equilibrium condition, for equilibrium condition, for equilibrium condition, the punching force should be equal to the shear force generated. For equilibrium condition, the punching force should be equal to the shear force generated. That is P into cross-sectional area of the hole is equal to Q into shear resisting area, Q into shear resisting area. നമുക്കൊരു ഹോളാണ് ചെയ്യുന്നതെങ്കിൽ ഓഫ് ഡയമീറ്റർ D എഴുതിക്കോ. If a hole of diameter D is, if a hole of diameter D is punched, Punched over a sheet of thickness T, over a sheet of thickness T, over a sheet of thickness T, then equation എന്തായിട്ട് മാറും? P into pi d raised to 4/4 equal to Q into pi dt. ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. Okay, that's all.